വാർത്തയെ കണ്ടില്ല അന്നേ അപ്പോഴും അന്നേ ഭക്ഷണം കഴിക്കുന്നത് ചെയ്തില്ല കറുത്ത കയ്യിൽ നിന്ന് ഞാൻ നിരാഹാരെടുക്കുന്നു വിഷ്ണുയുടെ നിരാഹാര സമരം മൂന്നാം ദിവസവും തുടരുകയാണ്. ജിഷ്ണുവിന് നീതി കിട്ടും വരെ സമരം തുടരുമെന്നും അമ്മ തിരിച്ചെത്തും വരെ സമരം തുടരുമെന്നുമാണ് അവിഷ്ണ പറയുന്നത്. കുട്ടിയുടെ ആരോഗ്യനില മോശമായി വരികയാണെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇന്ന് വലയത്തെ വിഷ്ണുവിൻ്റെ വീട് സന്ദർശിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവിഷ്ണയോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിഷ്ണയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഇന്ന് പോലീസ് എടുത്തേക്കും. കുട്ടിയുടെ ആരോഗ്യനില മോശമായി തുടരുന്ന സാഹചര്യത്തിലാണ്. എന്നാൽ ആശുപത്രി സൗകര്യങ്ങൾ വീട്ടിൽ തന്നെ ഒരുക്കണം. ആവശ്യമായ ആരോഗ്യ പരിചരണത്തിനുള്ള സംവിധാനങ്ങൾ വീട്ടിൽ തന്നെ ഒരുക്കണമെന്നാണ് നാട്ടുകാരും അടുത്ത ബന്ധുക്കളും ആവശ്യപ്പെടുന്നത്. ജ്യേഷ്ഠന് നീതി കിട്ടുന്നവരെ മരിക്കാൻ പോലും തയ്യാറാണ് എന്നാണ് 10ാം ക്ലാസ്സുകാരിയായ അവിഷ്ണ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ BJP നേതാക്കൾ അടക്കമുള്ളവർ ഇന്ന് അവിഷ്ണയുടെ വീട്ടിലെത്തുന്നുണ്ട്. ഇന്ന് ആദ്യം എത്തിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. പ്രതികളെ പിടികൂടുന്നത് വരെ സമരം തുടരുമെന്നാണ് അവിഷ്ണ പറയുന്നത്. സമരത്തിൽ നിന്നും പിന്നോട്ടില്ല. ജ്യേഷ്ഠന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നുന്നില്ലെന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഡോക്ടർമാർ കുട്ടിയുടെ ആരോഗ്യനില 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ആരോഗ്യനില വഷളായിരിക്കുകയാണ് എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ബലം പ്രയോഗിച്ച് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഉണ്ടാകില്ലെന്നാണ് പോലീസും എടുത്തിരിക്കുന്ന നിലപാട്.